നമ്മുടെ വർഗുംപേരിൽ നിറയെ തേനീച്ചക്കൂട് കണ്ടിട്ടാ. അപ്പം അയിറ്റുള്ള മയക്കെടുക്കാൻ വേണ്ടിയിട്ട് ചന്ദനത്തിരി കത്തിച്ചാൽ മതി എന്ന് ഞങ്ങൾ അവിടുത്തെ കടയത്തെ കാക്ക പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞത് ചൊല്ലന്നെ. തേനീച്ചകളൊക്കെ ഉണ്ട് എന്തേലും അടിച്ച പോലെ ഇങ്ങനെ മയങ്ങി കിടക്കണ്. അല്ലെങ്കിൽ ഞാനീ ധൈര്യത്തിൽ അവിടെ പോയി കുത്തിരിക്കണ്. കൂട്ടത്തിൽ എനിക്ക് മാത്രം കുറച്ച് ധൈര്യം ഉണ്ടായിട്ട് ഞാൻ കനത്തിലാണ് മുറിച്ചിട്ടുണ്ടോ. വീഡിയോക്കാരൻ അതാ മണ്ടിനാണ്ടല്ലോ ഇനി എന്നിട്ട് ഫ്ലാഷ് അടിക്കാണ്. ഓൻ്റെ എത്ര വായിക്കോളൂ. ചന്ദനത്തിരി കജ്ജം വരെയുള്ളൂ നമുക്ക് ടൈമുള്ളൂ. അത് കഴിഞ്ഞാൽ ഓരോണാവും. ഇവിടെ മുട്ടയാണ്, ഇത് മുട്ടകളാണ്, ഇതിൽ ഫുള്ള് തേനാണ്. മുട്ടയാണോ അല്ലേന്ന് ഞങ്ങൾക്കറിയാം. അമ്മേൻ്റെ കയ്യിൽ ഫോൺ എടുക്കാൻ പറഞ്ഞിട്ടേ വീഡിയോ എടുക്കാൻ എനിക്കൊരു മട്ടം കിട്ടുന്നില്ലേ. ഞാനതിൻ്റെ മുട്ടയിലേനും ഒഴിച്ചെടുക്കുകയാണ്. ഇത് പറ്റിയെടുക്കും ആക്കി വലിച്ചതും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കാണുന്നത് കുത്തുകുത്തോളം അപ്പോൾ തേനീച്ച ചെന്നിട്ടാ. അപ്പോൾ കുത്തൂല എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങളെ കട നിൽക്കുന്നത്. അതിലൊക്കെ തേനുണ്ടെങ്കിൽ ഇങ്ങനെ തിളങ്ങി കാണൂട്ടാ. ഞാനൊക്കെ അപ്പുറത്ത് തൊടുക്കിട്ട് എറിയാണ്. തമ്മിൽ നിറയെ തേനീച്ച ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുട്ടാ. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ കത്തിട്ട് ഇങ്ങനെ തോണ്ടി കളയാണ്. അതിന് ഞാൻ അതൊക്കെ എടുത്തിട്ട് തേനെടുക്കാൻ വേണ്ടിയിട്ട് തോർത്തൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് പിയ്യാണ് കേട്ടോ. നെയ്ലിൻ്റെ പഴയ പണ്ടത്തെ തോർത്തുണ്ടായിരുന്നു. അതിട്ടിട്ട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ കഴിഞ്ഞിട്ട് പറയണ്ട. പീച്ചും പണ്ടത്തെ തേനാച്ചിട്ടപ്പോ ശർക്കര വെള്ളമാണ്. This is a pure hot. Pure honey. It's a pure hands. തെരില്ല ടോർക്കിൽ എത്തിട്ട് കുട്ടിക്കാം. അപ്പോൾ ബൈ.